ഫ്രണ്ട്സ്, നമ്മുടെ ബാംഗ്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് വെച്ചാൽ കോൺട്രാക്ട് ബേസിലാണ്. കോൺട്രാക്ട് ബേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 5 വർഷത്തേക്കാണ് മാക്സിമം ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കോൺട്രാക്ട് ബേസ് ആണെന്ന് വിചാരിച്ച് ഇതിനെ നിസ്സാരമായിട്ട് കാണണ്ട. നമുക്ക് അത്യാവശ്യം സാലറിയും അതായത് അതിൻ്റെ കൂടെ HR ഒക്കെ ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിംഗ് അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു 10-40ഓളം രൂപ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ഈ പറയുന്ന 2 വർഷമൊക്കെ കഴിഞ്ഞാൽ വീണ്ടും അതിൽ ചെറിയ ആ ഒരു മാറ്റമൊക്കെ ഉണ്ട് സാലറിയിൽ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമുക്ക് പെർമനൻറ്റ് വേക്കൻസി തന്നെ നമുക്ക് എപ്പോഴും വന്നോളുന്നില്ല. ഈവൻ നമുക്കതിന് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും അവസരങ്ങൾ നമ്മൾ മാക്സിമം അത് അപ്ലൈ ചെയ്യുക. ടെമ്പററി ആയിട്ട് ഈവൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പല പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് സ്ഥാപനങ്ങളിലേക്കൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്കെയിലിൽ സാലറിയും കിട്ടും നിങ്ങൾക്ക്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കോമ്പറ്റീഷനും കുറയും. അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി ഒക്കെ അവിടെ ഉണ്ട്. ഫ്രഷേഴ്സിന് വരുന്ന അത്രയും അപേക്ഷയൊന്നും അതിൽ വരില്ല. അപ്പോൾ അതൊക്കെ നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാം. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഏതൊരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അതിൻ്റേതായുള്ള രീതിയിൽ പഠിക്കാനും ഒക്കെ നമുക്ക് പറ്റും. ഏതൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആണെങ്കിലും നമ്മൾ വിചാരിച്ചാലൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ഗവൺമെൻറ് എക്സാമുകളൊക്കെ എഴുതാം. അതിനൊന്നും അതൊരു തടസ്സമൊന്നും ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇത്തരം ടെമ്പററി ആയിട്ടുള്ളത് നമ്മൾ ചെയ്യണോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന വേക്കൻസിയാണ്. എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഇതിലേക്ക് എന്ന് പറഞ്ഞാൽ PG ഒക്കെ വേണം മിനിമം എന്നുള്ളതാണ്. PG ഉള്ളവർക്കാണ്. PG തന്നെ വിവിധ ഡിസിപ്ലിൻ ഉണ്ട്. അപ്പോൾ അതെല്ലാം വിശദമാക്കുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ ഏകദേശം 4 നോട്ടിഫിക്കേഷൻ നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കും. ആ 4 നോട്ടിഫിക്കേഷനും ഈ പറയുന്ന നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് സെലക്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. സ്കിപ്പ് ചെയ്യുക CK ഒക്കെ ആണെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഏതെങ്കിലും നോട്ടിഫിക്കേഷനൊക്കെ മിസ്സാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് വീഡിയോസ് നിങ്ങൾ സെലക്ട് ചെയ്താൽ ഡെയിലി നമ്മൾ ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡേറ്റ് അടിസ്ഥാനത്തിലൂടെ കാണാൻ പറ്റും. അപ്പോൾ റീസെൻ്റായി ചെയ്ത വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും, ഏറ്റവും ടോപ്പിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് അതിന് വീഡിയോസ് ഉണ്ട്. അതായത് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിലുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. പലരും പല രീതിയിൽ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും അതല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ കമൻ്റ് ആയിട്ട് നിങ്ങൾ ചോദിക്കുക. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ വരാം. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാനും മറക്കണ്ട, നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ കാണിക്കുന്നത്. ഇങ്ങനെ 4 നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ എടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ നോട്ടിഫിക്കേഷനാണത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 10 വേക്കൻസിയാണ് ഇതിൽ. ജനറൽ 6, OBC 2, SC 1, EWS 1. ഓക്കെ. അപ്പോൾ അവിടെ ST കാൻഡിഡേറ്റ്സിന് റിസർവ്ഡ് വേക്കൻസി ഇല്ലെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത് നമ്മളെ ഈ പറഞ്ഞിരിക്കുന്നത് കാണാൻ ചേലക്കര എന്ന് പറയുന്നത് നമ്മുടെ കർണാടകയിലുള്ള സ്ഥലമാണ് കേട്ടോ. അവിടെയാണ് ഇതിൻ്റെ പോസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ബയോളജി ഡിസിപ്ലിനും അതിൻ്റെ വേക്കൻസിയും അതിൻ്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ പറയുന്നത്. ബയോളജി ഡിസിപ്ലിനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ 2 വേക്കൻസി ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് MSc ഫസ്റ്റ് ക്ലാസ് ആണ് വേണ്ടത്. ഇൻ എനി ബ്രാഞ്ച് ഓഫ് ലൈഫ് സയൻസ് ആണ്. അപ്പോൾ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന സുവോളജിയോ അങ്ങനെ അല്ലെങ്കിൽ ബോട്ടണി അങ്ങനെ തുടങ്ങിയിട്ടുള്ള അത് ലൈഫ് സയൻസുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന MSc ഫസ്റ്റ് ക്ലാസ് പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബയോടെക്നോളജിയിൽ നിങ്ങൾക്ക് BEO അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ MTech ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ. ഒന്നെങ്കിൽ BE ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതെല്ലാം MTech ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. ബയോടെക്നോളജിയിൽ ഇതിലേതെങ്കിലും ഒരു ക്വാളിഫൈ, ഒന്നെങ്കിൽ MSc അല്ലെങ്കിൽ ഈ പറയുന്ന BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ MTech കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് 40 വയസ്സാണ് ഈ പറയുന്ന എല്ലാ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള മാക്സിമം ഏജ് ലിമിറ്റ്. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റിലേക്കാണ് ഏജ് ഒക്കെ കണക്കാക്കുന്നത്. സാലറി കാര്യങ്ങൾ ലാസ്റ്റ് പറയാം. അടുത്തത് കെമിസ്ട്രിയാണ്, 2 വേക്കൻസി. ഇതുപോലെ നിങ്ങൾക്ക് MSc ഫസ്റ്റ് ക്ലാസ് ആണ്. അത് ജനറൽ, ഇനോർഗാനിക്, ഫിസിക്കൽ, ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ ഈ പറയുന്ന കെമിസ്ട്രിയുടെ വിവിധ കാറ്റഗറിയിലുള്ള ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് MSc ഫസ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് PG ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അത് ജനറൽ കെമിസ്ട്രി ആണെങ്കിലും ഇനോർഗാനിക് ആണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും ഓർഗാനിക് കെമിസ്ട്രി ഇതിൽ ഏതാണെങ്കിലും മതി കേട്ടോ. ഓക്കെ. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി മാത്തമാറ്റിക്സ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 2 വേക്കൻസിയാണ്. MSc ഫസ്റ്റ് ക്ലാസ് ഇൻ മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് കൂടി MSc ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് ഫിസിക്സ് ആണ്. ഫിസിക്സിൽ നിങ്ങൾക്ക് MSc ഫസ്റ്റ് ക്ലാസ് ഇൻ ഫിസിക്സിൽ MSc ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്സോ അല്ലെങ്കിൽ ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലോ നിങ്ങൾക്ക് BE ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ MTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇനി അടുത്തത് വാട്ടർ ട്രീറ്റ്മെന്റ് ആണ്. 1 വേക്കൻസിയാണ് ഇതിലേക്ക്. നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എർത്ത് സയൻസ് അല്ലെങ്കിൽ ജിയോളജി അല്ലെങ്കിൽ കെമിസ്ട്രിയാണ്. അപ്പോൾ കെമിസ്ട്രിയിലോ അല്ലെങ്കിൽ ജിയോളജിയിലോ അല്ലെങ്കിൽ എർത്ത് സയൻസിലോ നിങ്ങൾക്ക് ജസ്റ്റ് PG ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് MSc ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. MSc കെമിസ്ട്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, MSc ജിയോളജി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ.
ഇനി ഇതിലേക്ക് അടുത്തത് കമ്പ്യൂട്ടിംഗ് ലാബാണ്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഒരു വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇൻഫർമേഷൻ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് BE ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് MCA കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ എഞ്ചിനീയറിംഗിലോ നിങ്ങൾ എന്താണ് BE ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഇത്രയുമാണ് ഇതിൻ്റെ വേക്കൻസി. ഈ ഒരു ഒന്നാമത്തെ നോട്ടിഫിക്കേഷനിൽ 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പിന്നെ ഇവിടെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാൻഡറ്ററി അല്ല, നിർബന്ധമുള്ള ക്വാളിഫിക്കേഷൻ അല്ല, എസെൻഷ്യലി ആണ് നിർബന്ധമായിട്ട് വേണ്ടത്. നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള മിനിമം യോഗ്യതയാണ് ഇതിലേക്ക്. ഡിസൈറബിളും പാടുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെതായുള്ള കുറച്ച് അഡ്വാൻറ്റേജ് കാര്യങ്ങൾ ഉണ്ടാവുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇതിലേക്ക് യാതൊരുവിധ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ഫ്രഷേഴ്സിന് തന്നെ അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ മന്ത്ലി സാലറി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 30,000 പ്ലസ് HRA ആണ് പെർ മന്ത്. അതായത് നിങ്ങൾക്ക് 30,000 പ്ലസ് നിങ്ങൾക്ക് എന്താണ് ഹൗസ് റെന്റ് അലവൻസ് ആണ് ഒരു എമൗണ്ടും കിട്ടും. ഓക്കെ, പിന്നെ 2 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് 34,000 പ്ലസ് HRA കിട്ടും. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി. ഇനി ഇപ്പം നിങ്ങൾക്ക് നെറ്റ് ഗേറ്റ് ഒക്കെ ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് സ്റ്റാർട്ടിങ്ങിന് 35,000 പ്ലസ് HRA കിട്ടും. ഇനി 2 വർഷം പിന്നെയും അവർ സർവീസിൽ അവിടെ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് 42,000 പ്ലസ് HRA എന്നുള്ള എമൗണ്ട് ആയിരിക്കും കിട്ടുക കേട്ടോ. അതിൽ ചെറിയ വേരിയേഷൻ ഉണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് അറിയാം ഇനീഷ്യലി 1 വർഷത്തേക്കാണ് വിളിക്കുന്നത്. പക്ഷേ ഇവിടെ കാണാൻ നിങ്ങൾക്ക് റിന്യൂവബിൾ ആനുവലി എന്ന് പറഞ്ഞിട്ടും കൂടെ കാണാം. മാക്സിമം 5 years വരെ എന്ത് ചെയ്യാം, ഇതിലേക്ക് എന്ത് ചെയ്യും, ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മുടെ പെർഫോമൻസിനനുസരിച്ചും ഇവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചും ആയിരിക്കും അത്. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതുപോലെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ്, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 29/9/2025 നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വീഡിയോയുടെ അവസാനം കാണിക്കാം. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മെയിൽ വഴി നിങ്ങളെ അറിയിക്കും കേട്ടോ. ഈ പറയുന്ന നിങ്ങളുടെ മെയിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങളുടെ മെയിൽ വഴി അറിയിക്കും അതിൻ്റെ റിട്ടൺ ടെസ്റ്റിൻ്റെ കാര്യങ്ങളും ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഈവൻ നിങ്ങൾക്ക് ഈ പറയുന്ന സൂം അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ടീമൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇലക്ട്രോണിക് മോഡിൽ ആ രീതിയിലാണ് ഇൻ്റർവ്യൂ എങ്കിൽ, ഓൺലൈൻ ഇൻ്റർവ്യൂ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അതും മുൻകൂട്ടിയായിട്ട് നിങ്ങൾ അറിയിക്കും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ പ്രധാനമായിട്ടും ആ ഒരു ഒന്നാമത്തെ നോട്ടിഫിക്കേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കുന്നത് രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ്. ഇതും സെയിം എന്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ കൂടെ കാണാൻ പറ്റും. സെയിം ക്യാമ്പസാണ്, കൂടെ കാണാൻ 8 വേക്കൻസിയാണ്. ജനറൽ 5, OBC 2, SC 1. റിസർവ് വേക്കൻസി ഇല്ലെങ്കിൽ ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് PhD വേണം. നിങ്ങൾക്ക് എല്ലാ നിങ്ങൾക്ക് ബയോളജി വേണം, ബയോളജിക്കൽ സയൻസിൽ PhD വേണം, വിത്ത് 2 year എക്സ്പീരിയൻസ് വേണം. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാം, ഫ്രഷറിനും അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് PhD ആണ് ഇതിലേക്ക് വേണ്ടത്. കെമിസ്ട്രി ആണ്, കെമിസ്ട്രിയിൽ PhD, മാത്തമാറ്റിക്സിൽ PhD, ഫിസിക്സിൽ PhD. ഓക്കെ, പ്ലസ് 2 വർഷം എക്സ്പീരിയൻസ് വേണം. ഇനി എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം കേട്ടോ. ഫ്രഷർ ആകുമ്പോൾ അവർക്ക് 88,000 പ്ലസ് HRA ആണ് പെർ മന്ത് ലഭിക്കുക. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 65,000 പ്ലസ് HRA കിട്ടും കേട്ടോ. 45 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് PhD പ്ലസ് 1 year എക്സ്പീരിയൻസ് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് 61,000 പ്ലസ് HRA കിട്ടും. 2 വർഷം ഉണ്ടെങ്കിൽ 60,000 പ്ലസ് HRA കിട്ടും. ഇനി നിങ്ങൾക്ക് 8 വർഷത്തിൻ്റെ മുകളിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാം 1 ലക്ഷത്തി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, 1 ലക്ഷത്തിൻ്റെ മുകളിൽ എമൗണ്ടും പ്ലസ് HRA നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ട് കിട്ടും 8 വർഷത്തിൻ്റെ മുകളിലൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനീഷ്യലി 1 yearലേക്കാണ്, 5 year വരെ അതിൽ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. റിട്ടൺ ടെസ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും, മെയിൽ വഴി നിങ്ങൾ അറിയിക്കും. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് 1/10/2025 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ. ഇതിലും കൂടെ കാണാൻ പറ്റും ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് ആണ് പ്രൊജക്ട് ട്രെയിനി ആയിട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 9 വേക്കൻസി ഉണ്ട്. ജനറൽ 5, OBC 1, SC 1, ST 1, EWS 1 ഇങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് 26 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. 25,000 പ്ലസ് HRA ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണം മാസ്റ്റേഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിലുള്ള PG ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2024-25 നിങ്ങൾ എന്താണ് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ് ആയിരുന്നെങ്കിൽ മാത്രം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 2023 നിങ്ങൾ പാസ് ഔട്ട് ആയെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, 2022 പറ്റില്ല, 2021 പറ്റില്ല. 2024 നിങ്ങൾ ഈ പറയുന്ന എന്താണ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആണെങ്കിൽ, നിങ്ങൾ പാസ് ഔട്ട് ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 2025 പാസ് ഔട്ട് ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. അതിന് മുൻപോ അപ്പുറത്തേക്കൊന്നും പറ്റില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇതിൽ ടെമ്പററി ആണ്, 2 വർഷത്തേക്കാണ് വിളിക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറാണ്. സെലക്ഷൻ പ്രൊസീജിയർ നേരത്തെ പറഞ്ഞ പോലെ റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് അടിസ്ഥാനമായിട്ടും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനമാണ് ഫൈനലായിട്ട് ഇത് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. റിട്ടൺ ടെസ്റ്റിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. പിന്നെ അത് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് അപ്ലിക്കേഷനൊക്കെ അനുസരിച്ച് മേ ബി ചിലപ്പം ഈ റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവില്ല, ചിലപ്പോൾ മേ ബി ഇൻ്റർവ്യൂ മാത്രമായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് അപ്ലിക്കേഷൻ അനുസരിച്ച് അതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഇനി ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് 7/10/2025 ആണ്. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി ലാസ്റ്റ് 4ാമത്തെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്.
നാലാമത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാം ടീച്ചിങ് അസിസ്റ്റന്റ് ആണ്. നേരത്തെ നമ്മൾ ഫസ്റ്റ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ അതേപോലെ തന്നെയുള്ള പോസ്റ്റാണ്. 9 വേക്കൻസി ആണുള്ളത്. നിങ്ങൾക്ക് കാണാം ജനറൽ 4, SC 3, ST 1, EWS 1. ചെറിയ ചെറിയ ഡിസിപ്ലിൻ ക്വാളിഫിക്കേഷൻ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ബയോളജിയിൽ എന്താണ് ഇവിടെ കാണാം MSc ഇൻ എനി ബ്രാഞ്ച് ഓഫ് ലൈഫ് സയൻസ് ആണ്. അപ്പോൾ ലൈഫ് സയൻസുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ നിങ്ങൾക്ക് എന്താണ് MSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അത് ലൈഫ് സയൻസിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുടെ കമൻറ്റായിട്ട് ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. ഇനി അതുപോലെ MSc ഇൻ എനി ബ്രാഞ്ച് ഓഫ് കെമിക്കൽ സയൻസ്. അപ്പോൾ കെമിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഓർഗാനിക് ഇൻഓർഗാനിക്കോ അല്ലെങ്കിൽ ജനറൽ കെമിസ്ട്രി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും നമുക്ക് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ജസ്റ്റ് ഒരു MSc ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതിലേക്ക് ഫസ്റ്റ് ക്ലാസ് ഒന്നും അവർ പറയുന്നില്ല, ജസ്റ്റ് നമുക്ക് പാസ്സായാൽ മതി. പിന്നെ അടുത്തത് എർത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ് ആണ്. ഒരു വേക്കൻസിയാണ്. MSc അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ MTech ആണ്. ഈ പറയുന്ന ജിയോളജി ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്. അപ്പോൾ ജിയോളജിയുമായി ബന്ധപ്പെട്ടോ എൻവയോൺമെൻറ്റൽ സയൻസുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് MSc അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ MTech ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ്റെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത എഞ്ചിനീയറിംഗ് ആണ്. 2 വേക്കൻസിയാണ്. MSc അല്ലെങ്കിൽ BE അല്ലെങ്കിൽ BTech ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലുള്ള MSc അല്ലെങ്കിൽ BE അല്ലെങ്കിൽ BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് നിങ്ങൾക്ക് മെറ്റീരിയൽ ആണ്. ഒരു വേക്കൻസിയാണ്. ഇതിൽ MSc ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് BE or BTech ഇൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ മെറ്റലർജിക്കൽ അല്ലെങ്കിൽ സെറാമിക്സ് അല്ലെങ്കിൽ പോളിമേഴ്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ BE അല്ലെങ്കിൽ BTech ഉള്ളവർക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ഡിസൈറബിൾ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കണ്ട കേട്ടോ, അത് എസെൻഷ്യൽ അല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചും പാട് അതൊരു ബെനിഫിറ്റ് ഉണ്ട്, അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഫിസിക്സ് ആണ്. ഫിസിക്സിൽ MSc ഇൻ ഫിസിക്സ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിൽ 30 ഏജ് ലിമിറ്റ്. ക്ലോസിംഗ് ഡേറ്റിലേക്കാണ് ഇതിൻ്റെ ഏജ് കണക്കാക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ആദ്യത്തെ വർഷം 30,000+ HRA കിട്ടും. പ്ലസ് പിന്നെ 2 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് 34,000+ HRA കിട്ടും കേട്ടോ. ഓക്കെ, പിന്നെ നെറ്റ് ഗേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 35,000+ HRA, പിന്നെ 2 വർഷം കഴിഞ്ഞാൽ 42,000+ HRA കിട്ടും പെർ മന്ത്. 1 ഇയറിലാണ് ഇനീഷ്യലി പോസ്റ്റ് ചെയ്യുക. അത് എക്സ്റ്റെൻഡ് ചെയ്ത് 5 ഇയർ വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് നമ്മുടെ പെർഫോമൻസ് അവരുടെ റിക്വയർമെൻറ്റിന് അനുസരിച്ചായിരിക്കും. പിന്നെ ഇൻ്റർവ്യൂവും ടെസ്റ്റും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിലുമായി നിങ്ങൾ അറിയിക്കും. മെയിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് 8/10/2025 ആണ്. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻ മറ്റു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിന് ബാധകമാണ്. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാവുന്ന ലിങ്ക് തരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം IISc, നിങ്ങൾക്ക് കാണാം ബാംഗ്ലൂർ ജോബ്സ് എന്നോട് ഇവിടെ കാണാൻ. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഏറ്റവും താഴെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഈ നോട്ടിഫിക്കേഷൻ 4 ഞാൻ ഒന്നിൽ ഇങ്ങനെ ഒരു സിംഗിൾ ഫയലാക്കിയിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഏത് പോസ്റ്റിലേക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞ 4 നോട്ടിഫിക്കേഷൻ പറഞ്ഞല്ലോ, ആ 4 നോട്ടിഫിക്കേഷൻ്റെയും ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഒരൊറ്റ ലിങ്ക് തന്നെയാണ്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ ഈ 4 നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും ഇവിടെ ഡൗൺലോഡ് ആവും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് സിംഗിൾ ഫയലാക്കിയിട്ടാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4 നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മതി കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏത് പോസ്റ്റിലേക്ക് അപ്ലൈ ആണെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ സൈനിങ് ചെയ്യാനുള്ള ഓപ്ഷനാണുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മെയിലും പാസ്വേഡും കൊടുത്ത് എനിക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ഇവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള ഭാഗം കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ പേരും മെയിൽ ഐഡിയും നമ്മളൊരു പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ലോഗിൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്ത് അങ്ങനെ അപേക്ഷ ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ്, നിങ്ങളങ്ങനെ ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ടൊക്കെ ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.